ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വളരെ അതിശയിപ്പിക്കുന്ന കുറച്ച് മാറ്റങ്ങളെല്ലാമാണ് യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് പോളിസിയിൽ യൂട്യൂബ് കുറച്ച് ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവ എന്തെല്ലാം എന്ന് നോക്കാം. കഴിഞ്ഞ നവംബറിൽ യൂട്യൂബ് അഡ്വർടൈസർ ഫ്രണ്ട്ലി ഗൈഡ് ലൈനിനെ കുറിച്ചും അതുപോലെ ഇതിൻ്റെ പോളിസിയെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയ ഒരു നിലപാടാണ് യൂട്യൂബ് അന്ന് എടുത്തിരുന്നത്. എന്നാൽ ഈ ഒരു പോളിസിയിൽ കുറേ അധികം മാറ്റങ്ങളാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്നത്. അതിനാൽ തന്നെ പഴയ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഇത് മോണിറ്റൈസ് ചെയ്യുന്ന തരത്തിലേക്ക് കുറേ അധികം മാറ്റങ്ങൾ യൂട്യൂബ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചില ക്രിയേറ്റേഴ്സ് അവരുടെ വീഡിയോയിൽ ബാഡ് വേർഡ്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ നവംബറിൽ യൂട്യൂബ് എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ് ഇത്തരത്തിൽ വീഡിയോയിൽ ബാഡ് വേർഡ്സ് എല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ആഡ് റവന്യൂ നൽകാതിരിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഈ പുതിയ അപ്ഡേറ്റിൽ യൂട്യൂബ് എടുക്കുന്ന സ്റ്റാൻഡ് ബാഡ് വേർഡ് എത്തരത്തിലുള്ളതാണ് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് ആക്ഷൻസ് എല്ലാം സ്വീകരിക്കുക എന്നതാണ്. യൂട്യൂബ് ഇതിനെ ഇപ്പോൾ മോഡറേറ്റ് പ്രൊഫേനിറ്റി വേർഡ്സ് അതുപോലെ സ്ട്രോങ്ങർ പ്രൊഫേനിറ്റി വേർഡ്സ് എന്നെല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് പ്രകാരം പറയുന്നത് വീഡിയോയിൽ മോഡറേറ്റ് പ്രൊഫേനിറ്റി വേർഡ്സ് എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആഡ് റവന്യൂ ലഭിക്കുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ നവംബറിലുള്ള അപ്ഡേറ്റിൽ ഇത്തരത്തിൽ മോഡറേറ്റ് പ്രൊഫേനിറ്റി വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ആഡ് റവന്യൂ ഒന്നും ലഭിച്ചിരുന്നില്ല. ഇനി നമുക്ക് അടുത്തതായി യൂട്യൂബ് പറയുന്ന ഒരു മാറ്റം ഇത് നോക്കാം. അതായത് നിങ്ങളുടെ വീഡിയോയിൽ ആദ്യത്തെ 7 സെക്കൻഡിൽ സ്ട്രോങ്ങർ പ്രൊഫേനിറ്റി വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ റിപ്പീറ്റായി സ്ട്രോങ്ങർ പ്രൊഫേനിറ്റി വേർഡ്സ് എല്ലാം ഉൾപ്പെടുത്തുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിന് ആ വീഡിയോയിൽ പരിമിതമായ ആഡ് റവന്യൂ എല്ലാമാണ് ലഭിക്കുക. എന്നാൽ കഴിഞ്ഞ നവംബർ അപ്ഡേറ്റ് പ്രകാരം ഇത്തരത്തിലുള്ള വീഡിയോസിന് ആഡ് റവന്യൂ ഒന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ശ്രദ്ധേയമായ ഒരു മാറ്റം, ആദ്യത്തെ 7 സെക്കൻഡ് കഴിഞ്ഞാണ് സ്ട്രോങ്ങർ പ്രൊഫേനിറ്റി വേർഡ് വരുന്നത്. അതുപോലെ ആ വീഡിയോയിൽ ഇത് റിപ്പീറ്റായി ഒന്നും വരുന്നില്ല എങ്കിൽ അവർക്ക് ഇപ്പോൾ ഗ്രീൻ ഐക്കണാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ കുറേ ചേഞ്ചസ് നമ്മൾ ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിലെല്ലാം ഇതുപോലെ പ്രൊഫൈനിറ്റി വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നവരുടെ കാര്യത്തിലും കുറേ അധികം മാറ്റങ്ങൾ ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നവംബറിലെ റിവ്യൂവിൽ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇത്തരത്തിൽ തംബ്നെയിലിൽ അല്ലെങ്കിൽ ടൈറ്റിലെല്ലാം ഇത്തരത്തിലുള്ള വേർഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് യെല്ലോ ഐക്കൺ ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം മാർച്ച് 10-ാം തീയതി റിവ്യൂ ചെയ്യുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ യെല്ലോ ഐക്കൺ കിട്ടിയ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഇത് ചിലപ്പോൾ ഗ്രീൻ ഐക്കണിലേക്ക് മാറാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഇത്തരത്തിൽ യെല്ലോ ഐക്കൺ ലഭിച്ചവരുടെ വീഡിയോ ഇത് ഗ്രീൻ ഐക്കൺ എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഇത് റിഫ്ലക്റ്റ് ആകുന്നത് കാണാം. എന്നാൽ കഴിഞ്ഞ നവംബറിൽ യെല്ലോ ഐക്കൺ കിട്ടിയ എല്ലാ വീഡിയോസും ഗ്രീൻ ഐക്കൺ കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ എത്തരത്തിലുള്ള ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് എല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനനുസരിച്ച് റിവ്യൂ എല്ലാം ചെയ്തതിന് ശേഷമാണ് യൂട്യൂബ് ഇതിനുള്ള ഡിസിഷൻ എല്ലാം എടുക്കുന്നത്. അതുപോലെ മറ്റു അഡ്വർടൈസർ ഫ്രണ്ട്ലി ഗൈഡ് ലൈൻ എല്ലാം ബ്രീച്ച് ചെയ്യുകയാണെങ്കിലും ഇത്തരത്തിലുള്ള യെല്ലോ ഐക്കൺ ഇതിൽ മാറ്റമില്ലാതെ യെല്ലോ ഐക്കണായി തന്നെ തുടരും. ഇതെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്